ഓക്കെ, അപ്പം ഇലിസ്ട്രേഷൻ നമ്പർ 31 പേജ് നമ്പർ 308 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. AB Limited is engaged in process engineering industry. During the month of April 2015, 200 units were introduced in Process X. Process X-ലോട്ട് 200 യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ല, യൂണിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടില്ല, ഓപ്പണിംഗ് സ്റ്റോക്ക് ഇല്ല, അതിനില്ല. ഓക്കെ, ദെൻ യൂണിറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് തന്നേക്കുന്നത് 2000 യൂണിറ്റ്സ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. നമ്മുടെ ഇൻപുട്ട് കോളത്തിൽ മാത്രം അത് റെക്കോർഡ് ചെയ്താണ്. ദെൻ the normal loss was estimated at 5% of input. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഓപ്പണിംഗ് സ്റ്റോക്കിന് ഇല്ലാവുന്ന സിറ്റുവേഷനിൽ എത്രയാണ് യൂണിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അതിന്റെ സർട്ടൈൻ പെർസെൻറ്റേജ് നമുക്ക് നോർമൽ ലോസ് ആയിട്ട് എടുത്താൽ മതി. ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ദെൻ ഇവിടെ നോർമൽ ലോസ് എന്ന് പറയുന്നത് 2000 യൂണിറ്റ്സിന്റെ 5% ആണ്. 2000 യൂണിറ്റ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, അതിന്റെ 5% നോർമൽ ലോസ് ആയി. ഇപ്പോൾ 2000 യൂണിറ്റിന്റെ 5% എന്ന് പറയുമ്പോൾ 100 യൂണിറ്റ്സ് ആണ്. പക്ഷേ മെറ്റീരിയൽ നോർമൽ ലോസിന് മെറ്റീരിയൽ ലേബർ ഓവർഹെഡ് ഒന്നുമില്ല, നമുക്ക് നിൽ അടിച്ചാൽ മതി. ദെൻ സെക്കൻഡ് എന്ന് പറയുന്നത്, അടുത്ത് പറയുന്ന കാര്യം, at the end of the month 1400 units had been produced and transferred to process Y. അതായത് 1400 യൂണിറ്റ്സ് ഫിനിഷ്ഡ് സ്റ്റോക്ക് ആയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫിനിഷ്ഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 1400 യൂണിറ്റ് ആണ്. അത് 100% ആണ്. 1400 100% 1400 100% 1400. Then 4,460 units incomplete and 140 units after passing through fully the entire process had been scrapped. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് 460 യൂണിറ്റ് ആണ് നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നത്, ഇൻകംപ്ലീറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്കാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 460 യൂണിറ്റ്സ് ആണ്. ക്ലോസിംഗ് സ്റ്റോക്ക് 460 യൂണിറ്റ് ഇൻകംപ്ലീറ്റ് ആൻഡ് 140 യൂണിറ്റ് ആഫ്റ്റർ പാസിംഗ് ത്രൂ ഫുള്ളി എൻറ്റയർ പ്രോസസ് ഹാഡ് നോട്ട് ബീൻ സ്ക്രാപ്ഡ്. ദ ഇൻകംപ്ലീറ്റ് യൂണിറ്റ്സ് ഹാഡ് റീച്ച്ഡ് ദ ഫോളോയിങ് സ്റ്റേജ് ഓഫ് കംപ്ലീഷൻ. 460 യൂണിറ്റിന് അകത്തുള്ള ഒരു 140യുടെ കാര്യം അവിടെ പറഞ്ഞേക്കുന്നത്, അതവിടെ കിടക്കട്ടെ, നമുക്കത് നോക്കാം. ആ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ, അതായത് 460 ക്ലോസിംഗ് സ്റ്റോക്കിന്റെ ഡിഗ്രി ഓഫ് കംപ്ലീഷൻ ആണ് ഫസ്റ്റ് ഒരു ബോക്സിനകത്ത് തന്നിരിക്കുന്നത്, മെറ്റീരിയൽ 75%. ഓക്കെ, ഞാനിവിടെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. ക്ലോസിംഗ് സ്റ്റോക്കിന്റെ ഡിഗ്രി ഓഫ് കംപ്ലീഷൻ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഫ്രം ദ അപ് ടു ദ പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ ആണ്. അപ്പോൾ മെറ്റീരിയൽ 75%, ദാറ്റ് ഈസ് 460യുടെ 75 എന്ന് പറയുന്നത് 345 എന്ന് വരും. ലേബർ 50%, അത് 460യുടെ 50% എന്ന് പറയുന്നത് നമുക്ക് 230 എന്ന് വരും. ദെൻ അഗെയിൻ ഓവർഹെഡ് 50%, അത് നമുക്ക് 460യുടെ 50% എന്ന് പറയുന്നത് 230 എന്ന് വരും. ഓക്കെ, ദെൻ അപ്പോൾ മെറ്റീരിയലായി നോർമൽ ലോസ് ആയി, ക്ലോസിംഗ് സ്റ്റോക്ക് ആയി, ഫിനിഷ്ഡ് സ്റ്റോക്ക് ആയി. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന അഡ്ജസ്റ്റ്മെന്റ് എല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, യൂണിറ്റ് ഇൻപുട്ട് ഔട്ട്പുട്ട് കോളം നമുക്ക് ബാലൻസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇൻപുട്ട് കോളം നമുക്ക് ബാലൻസ് ചെയ്യുമ്പോൾ 2000 യൂണിറ്റ് ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ 1400 460 100 യൂണിറ്റ്. ദെൻ എഗെയിൻ നമുക്ക് ഒരു ചെറിയ ലാക്കിംഗ് ഉണ്ട്, അതായത് 1960 യൂണിറ്റ് നമുക്കിവിടെ ടോട്ടൽ വരുന്നുള്ളൂ. 1960 ഇവിടെ ടോട്ടൽ വരുന്നുള്ളൂ. അതിന്റെ കൂട്ടത്തിൽ ഒരു 40 യൂണിറ്റ് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻപുട്ട് കൊടുത്ത 2000 നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ഈ 40നെ നമുക്ക് എന്തെന്ന് പറയാം, അബ്നോർമൽ ലോസ് എന്ന് പറയാം. 2000 ഇൻപുട്ട് കൊടുത്തു, 1960 നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, ഔട്ട്പുട്ട് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഡിഫറൻസ് ആയ 40 എന്ന് പറയുന്നത് അബ്നോർമൽ ലോസ് ആണ്, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ ആണേ, ആഡ് ചെയ്യുന്നു. 1400 പ്ലസ് 345 1745, 1400 പ്ലസ് 230, then 1630, 1400 plus 230, then 1630.
ദെൻ അബ്നോർമൽ ലോസിന്റെ കേസ് എന്ന് പറയുന്നത്, അബ്നോർമൽ ലോസ് നമുക്ക് നോക്കാം. അബ്നോർമൽ ലോസിന്റെ ഡിഗ്രി ഓഫ് കംപ്ലീഷൻ തന്നിട്ടുണ്ടോ എന്ന് നോക്കാം. അബ്നോർമൽ ലോസിന്റെ ഡിഗ്രി ഓഫ് കംപ്ലീഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. നമ്മൾ മുന്നേ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. അബ്നോർമൽ ലോസിന്റെ ഡിഗ്രി ഓഫ് കംപ്ലീഷൻ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് 100% ആയിട്ട്, അബ്നോർമൽ ലോസ് അല്ലെങ്കിൽ അബ്നോർമൽ ഗെയിൻ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ 100% ആയിട്ട് ട്രീറ്റ് ചെയ്യണം. അപ്പോൾ അഗെയിൻ 100%, ദാറ്റ് ഈസ് 40, 100%, 40, 100%, 40 പിന്നെ നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, 1785, then 1670, then 1670. It will be the statement of equivalent production. Then നമുക്ക് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആയ സ്റ്റേറ്റ്മെന്റ് ഓഫ് കോസ്റ്റ് പെർ യൂണിറ്റ് ചെയ്യാം. എലമെന്റ്സ്, മെറ്റീരിയൽ, labor, overhead, then amount. Amount എന്ന് പറയുന്നത് മെറ്റീരിയൽ കോസ്റ്റ് എത്രയുണ്ട് നമുക്ക് നോക്കണം. വർക്കിംഗ് നോട്ട് മെറ്റീരിയൽ കോസ്റ്റ്. മെറ്റീരിയൽ കോസ്റ്റ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഒരു 58,000 rupees, ഒരു കോസ്റ്റ് ഓഫ് 200 യൂണിറ്റ്സിന്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 58,000 rupees ആണ്. ഒരു അഡീഷണൽ മെറ്റീരിയൽ ഒരു 14,400 ഉണ്ട്. അത് നമ്മൾക്ക് രണ്ടും കൂടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് 72,400 കിട്ടും. ദെൻ എഗെയിൻ നമുക്ക് അതിനകത്തൊരു സ്ക്രാപ്പ് ഉണ്ട്. ലെസ് സ്ക്രാപ്പ് എന്ന് പറയുന്നത് നോർമൽ ലോസ് 100 യൂണിറ്റ് ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അതിന് നമുക്ക് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത് ലാസ്റ്റ് സെന്റൻസ് തന്നിട്ടുണ്ട്. യൂണിറ്റ് സ്ക്രാപ്പ് റിയലൈസ്ഡ് അറ്റ് ₹10 per each തന്നിട്ടുണ്ട്. ഇൻറ്റു 10,000 ആണ് സ്ക്രാപ്പ് വാല്യൂ. അപ്പോൾ 71,400 വിൽ ബി ദ ആക്ച്വൽ മെറ്റീരിയൽ കോസ്റ്റ്. ആ 71,400 നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. ദെൻ എമൗണ്ട് കോളം ഏത് നമുക്ക് കൊടുക്കുന്നു. ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത് 33,400. ഓവർഹെഡ് എന്ന് പറയുന്നത് 16,700 കൊടുക്കുന്നു. ദെൻ യൂണിറ്റ്സ്, ബി കോളം. യൂണിറ്റ് എന്ന് പറയുന്നത് മെറ്റീരിയലിന്റെ ടോട്ടൽ 1,785, ലേബറിന്റെ ടോട്ടൽ യൂണിറ്റ് 1,670, ഓവർഹെഡിന്റെ ടോട്ടൽ 1,670. ദെൻ കോസ്റ്റ് പെർ യൂണിറ്റ് will be A divided by B, that is equal to 71,400 divided by 1,785. 33,400 divided by 1,670, 16,700 divided by 1,670. then ഇതിന്റെ പെർ യൂണിറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് വരുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് കോസ്റ്റ് വരേണ്ടത് 40, 20, 10 ഇതാണ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണ്. ദെൻ നമുക്ക് അടുത്ത മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വരയ്ക്കേണ്ടത് അബ്നോർമൽ ലോസിന്റെ വാല്യൂ ആണ്. ഈ ക്വസ്റ്റ്യനിൽ അബ്നോർമൽ ലോസ് ഉണ്ട്. Third statement, abnormal loss, valuation of abnormal loss. Elements, material, labor, overhead, then units. അബ്നോർമൽ ലോസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇക്വലന്റ് പ്രൊഡക്ഷനിൽ നമ്മൾ അബ്നോർമൽ ലോസ് മെറ്റീരിയൽ ഇത്ര, ലേബറിന് ഇത്ര, ഓവർഹെഡിന് ഇത്ര നമ്മൾ വെച്ചിട്ടുണ്ട്. അത് അബ്നോർമൽ ലോസ് 40 യൂണിറ്റ്സ് ആണ്. ഈ കോളം ഈസ് ടേംഡ് ആസ് കോളം എ. Then cost per unit column, it is termed as column B. Then cost per unit എന്ന് പറയുന്നത് 40, 20, 10. Then ഇത് രണ്ടും കൂടെ നമ്മൾ ഇൻഡ്യൂ ചെയ്യുന്നു. ഇൻഡ്യൂ സെപ്പറേറ്റ് എഴുതുമ്പോൾ അബ്നോർമൽ ലോസിന്റെ വാല്യൂ എന്ന് പറയുന്നത് 40 into value, that is equal to A into B. Then 40 into
40 that is equal to 1600. 40 into 20 that is equal to 800. 40 into 10 that is equal to 400. Okay. അപ്പോൾ അബ്നോർമൽ ലോസിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1600 പ്ലസ് 800 പ്ലസ് 400. അപ്പം 2800 it will be the total. Then second fourth statement എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യണം. ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഫോർത്ത് സ്റ്റേറ്റ്മെന്റിന്റെ പ്രത്യേകത. Statement of valuation of closing stock. Okay. Elements, units, cost per unit. Unit column is termed as column A. Cost per unit is termed as column B. Then value column. Elements again material, labor, overhead. Then closing stock in the units എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്ത സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇക്വലന്റ് പ്രൊഡക്ഷനിലെ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ യൂണിറ്റ്സ് ആണ് നമുക്ക് ഇവിടെ എടുക്കേണ്ടത്. അപ്പോൾ 345 in case of material, 1400 in case of labor, 230 in case of labor, then 230 in case of overhead. The cost per unit will be 40, 20 and last 10 in case of overhead. The value will be A into B, that is equal to 345 into 40, then 230 into 20, 230 into 10. About 345 into 40, 13,800. 230 into 20, 4,600. Then 230 into 10, 2,300. Here the total will be 20,700 total. It indicates the value of closing stock here. Then now we are going to prepare the process account, the last step and fifth step. Process X account. Debit side, credit side, unit amount. Then material introduced. മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് 200 കോസ്റ്റിൽ തന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ വാല്യൂ എന്ന് പറയുന്നതും 58,000 റുപ്പീസ് എന്ന് കോസ്റ്റിൽ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ അഡീഷണൽ മെറ്റീരിയൽ amounts to rupees 14,400 also given in the question. Then labor amounts to rupees 33,400. Then overhead amounts to rupees 16,700. Then again normal loss already be valued in scrap value. Normal loss എന്ന് പറയുന്നത് 100 units ആണ് into rupees 10, that is 100 in unit column 100 and in amount column 1000 rupees. Then abnormal loss 40 യൂണിറ്റ്സ് ആണ് അബ്നോർമൽ ലോസ് ഉള്ളത്. സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇക്വലന്റ് പ്രൊഡക്ഷനിലെ യൂണിറ്റ്സ് ആണ് നമ്മൾ ഇതൊക്കെ എടുക്കേണ്ടത്. ദെൻ 40 യൂണിറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ തേർഡ് സ്റ്റെപ്പായ സ്റ്റേറ്റ്മെന്റ് ഓഫ് വാല്യൂഷൻ ഓഫ് അബ്നോർമൽ ലോസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് നമ്മളത് കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 2800 വിൽ ബി. ദെൻ അബ്നോർമൽ ലോസ് കഴിഞ്ഞിട്ട് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് നമുക്ക് 460 യൂണിറ്റ് ആണ് ക്ലോസിംഗ് സ്റ്റോക്ക് ഉള്ളത്. അതിൽ 20,700 അതിന്റെ വാല്യൂ നമ്മൾ ഫോർത്ത് സ്റ്റെപ്പിൽ നമ്മൾ കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ
ഫിനിഷ്ഡ് സ്റ്റോക്ക് കമ്പ്യൂട്ട് ചെയ്യണം. ഫിനിഷ്ഡ് സ്റ്റോക്ക് കിട്ടാൻ വേണ്ടിയിട്ട് 1400 യൂണിറ്റ് ആണ് ഫിനിഷ്ഡ് സ്റ്റോക്ക് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ട്രാൻസ്ഫർ to finished stock account 1400 യൂണിറ്റ്. ദെൻ നമ്മൾ എന്ത് ചെയ്യണം, യൂണിറ്റ് കോളം വാല്യൂ ചെയ്യണം. ഇറ്റ് വിൽ ബി പക്ക ഈക്വൽ ബിക്കോസ് നമ്മൾ വി ഓൾറെഡി adjust the normal loss in unit, abnormal loss in unit and closing stock also. It should be equal. Then we have to balance the amount column. For that, here the total in debit column will be 1,22,500. Should be like this. So again 1,22,500. The balance amount will be 98,000 rupees. Here it is the answer here. Okay. Then in case of per unit answer, 98,000 divided by 1,400, that is equal to rupees 70 per unit is the answer. Okay, thanks.